നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ടൂറിസം റിക്രൂട്ട്മെൻറ്റ്, റിസപ്ഷനിസ്റ്റ്, കുക്ക്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് തുടങ്ങിയ നിരവധി ഒഴിവുകൾ. കേരള ടൂറിസം വകുപ്പ് വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി. കേരള ഗവൺമെൻറ് ജോബ്സ് അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആലുവ, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആലപ്പുഴ എന്നിവിടങ്ങളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. വിശദമായ വിവരങ്ങൾ നോക്കാം. വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം, ഗവൺമെൻറ് ഓഫ് കേരള. ജോലിതരം കേരള ഗവൺമെൻറ്. ആകെ ഒഴിവുകൾ 17. ജോലിസ്ഥലം കേരളം. തെരഞ്ഞെടുപ്പ് ഇൻ്റർവ്യൂ വഴി. അപേക്ഷിക്കേണ്ട തീയതി 2024 ജൂൺ 20 മുതൽ. വേക്കൻസി ഡീറ്റെയിൽസ്. വിവിധ തസ്തികകളിലായി ആകെ 17 ഒഴിവുകളിലേക്കാണ് കേരള ടൂറിസം വകുപ്പ് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നിലവിൽ ഒഴിവുകളുള്ള സ്ഥാപനം, ഒഴിവുകളുടെ എണ്ണം നോക്കാം. തസ്തികയുടെ പേര് ഫുഡ് ബിവറേജ് സ്റ്റാഫ്, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആലുവ 3 ഒഴിവ്, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആലപ്പുഴ 2 ഒഴിവ്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആലുവ 6 ഒഴിവ്, കിച്ചൻ മേട്ടി ആലുവ 1 ഒഴിവ്, ആലപ്പുഴ 1 ഒഴിവ്. കുക്ക് ആലുവ 1 ഒഴിവ്, റിസപ്ഷനിസ്റ്റ് ആലുവ 3 ഒഴിവ്, ആലപ്പുഴ 1 ഒഴിവ്. ഏജ് ലിമിറ്റ് ഈ പറഞ്ഞ തസ്തികകളിലേക്ക് 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലാണ് പ്രായപരിധി. സംവരണ വിഭാഗക്കാർക്ക് ചട്ടപ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കും. ക്വാളിഫിക്കേഷൻ: ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫ് ആൻഡ് സ്പെഷ്യലിസ്റ്റ്, പ്രീ ഡിഗ്രി അല്ലെങ്കിൽ 10+2 പാസ്സായിരിക്കണം. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 1 വർഷത്തെ ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസിൽ 1 വർഷത്തെ ഡിപ്ലോമ. വെയ്റ്റർ, ക്യാപ്റ്റൻ, ബട്ട്ലറായി കുറഞ്ഞത് 2 വർഷത്തെ പരിചയം. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് അല്ലെങ്കിൽ തുല്യത. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ഡിപ്ലോമയോ PG ഡിപ്ലോമയോ വിജയിച്ചിരിക്കണം. 6 മാസത്തെ പ്രവൃത്തി പരിചയം. കുക്ക് 10ാം ക്ലാസ് അല്ലെങ്കിൽ തുല്യത. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നോ 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് കുക്കറി ആൻഡ് ഫുഡ് പ്രൊഡക്ഷനിൽ 1 വർഷത്തെ ഡിപ്ലോമ. 2 വർഷത്തെ പ്രവൃത്തി പരിചയം. കിച്ചൻ മേട്ടി 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 1 വർഷത്തെ പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ്. 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലോ ആയ ഹോട്ടലുകളിൽ കുക്ക് ആൻഡ് അസിസ്റ്റൻറ്റ് കുക്കായി കുറഞ്ഞത് 1 വർഷത്തെ പരിചയം. സെലക്ഷൻ: ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എഴുത്തു പരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. എങ്ങനെ അപേക്ഷിക്കാം? അപേക്ഷകർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി ഏത് തസ്തികയിലേക്കാണോ അപേക്ഷിക്കുന്നത് അവയുടെ യോഗ്യതയുണ്ടോ എന്ന് സ്വയം ഉറപ്പുവരുത്തേണ്ടതാണ്. അപേക്ഷകൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ്. വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തിപരവും തെളിയിക്കുന്ന രേഖകളുടെ കോപ്പികൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. എഴുത്തു പരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവയ്ക്ക് സ്വന്തം ചിലവിൽ ഹാജരാകേണ്ടതാണ്. നിയമനം സംബന്ധിച്ച് ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ തീരുമാനം അന്തിമമായിരിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 12/7/2024 വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും. പരീക്ഷയില്ലാതെ കേരളത്തിൽ ജോലി അവസരം.
ഏറ്റവും പുതിയ ഒഴിവുകൾ. 1. മൾട്ടി പർപ്പസ് വർക്കർ ഒഴിവ്. ചെമ്പിലോട് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിൽ കരാർ നിയമനം നടക്കുന്നു. GNM, BSc നഴ്സിംഗ്, കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത. പ്രായം 40 വയസ്സിൽ താഴെ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ജൂലൈ 8 രാവിലെ 11 മണിക്ക് ചെമ്പിലോട് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടക്കുന്ന അഭിമുഖത്തിന് പങ്കെടുക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 049728222042 8921991053. ധനകാര്യ വകുപ്പിൽ പ്രോഗ്രാമർ. ധനകാര്യ വകുപ്പിലെ ഇൻ ഗവേണൻസ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാറടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് പ്രോഗ്രാമറെ നിയമിക്കുന്നു. സാങ്കേതിക പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. പ്രതിമാസം 40,000 രൂപ തൊട്ട് 50,000 രൂപ വരെ വേതനം ലഭിക്കും. അപേക്ഷ ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിലാസത്തിലേക്ക് ജൂലൈ 20 അപേക്ഷ നൽകണം. യോഗ്യത BE, BTech, MCA അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, MSc ആണ് യോഗ്യത. കുറഞ്ഞത് 3 വർഷത്തെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രവൃത്തി പരിചയം വേണം. മിഷൻ വാത്സല്യയിൽ സോഷ്യോളജിക്കാർക്ക് അവസരം. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ബാലസംരക്ഷണ യൂണിറ്റിലേക്ക് കൗൺസിലറെ നിയമിക്കുന്നു. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യത സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, പബ്ലിക് ഹെൽത്ത്, കൗൺസിലിംഗ് എന്നിവയിലുള്ള ബിരുദം അല്ലെങ്കിൽ കൗൺസിലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷനുള്ള PG ഡിപ്ലോമയാണ് യോഗ്യത. കൗൺസിലിംഗ് മേഖലയിൽ 1 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണം. സ്ത്രീകളുടെയും കുട്ടികളുടെയും മേഖലയിൽ പ്രവൃത്തി പരിചയത്തിന് മുൻഗണന ലഭിക്കും. പ്രായപരിധി 2024 ജൂലൈ 1 40 വയസ്സ് കവിയരുത്. അപേക്ഷ ഉദ്യോഗാർത്ഥികൾ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ജൂലൈ 6 രാവിലെ 10:30 മഞ്ചേരി കച്ചേരിപ്പടി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ബാലസംരക്ഷണ ഓഫീസറുടെ കാര്യാലയത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. കുടുംബശ്രീ മിഷനിൽ വീണ്ടും അവസരം. കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലയിൽ 5 ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകളെ IFC ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ക്ലസ്റ്റർ ലെവൽ IFC ആങ്കർ, സീനിയർ CRP തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. വെള്ളമുണ്ട, മുട്ടിൽ, നൂൽപ്പുഴ, പടിഞ്ഞാറേത്തറ, പനമരം ക്ലസ്റ്ററുകളിലാണ് നിയമനം. ആർക്കൊക്കെ അപേക്ഷിക്കാം? 40 വയസ്സ് അധികമാകാത്ത കുടുംബശ്രീ ഓക്സിലറി കുടുംബാംഗങ്ങളായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. IFC ആങ്കർ തസ്തികയിൽ ഡിഗ്രി, ഡിപ്ലോമ, അഗ്രികൾച്ചർ, എലൈഡ് സയൻസ് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സീനിയർ CRPക്ക് കൃഷിസഖി, പശുസഖി, അഗ്രി CRPയായി 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അപേക്ഷകർ അതത് ബ്ലോക്കിൽ താമസിക്കുന്നവരായിരിക്കണം. അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, യോഗ്യത, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, കുടുംബശ്രീ അംഗത്വം, ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുമായി ജൂലൈ 20 കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നൽകണം. ഫോൺ നമ്പർ 0493629937 9562418441. അഭിമുഖം. കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കീഴിൽ സ്റ്റാഫ് നഴ്സ്, ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിലെ ഒഴിവിലേക്ക് നിയമനം നടത്തും. യോഗ്യത സ്റ്റാഫ് നഴ്സ്, GNM, BSc നഴ്സിംഗ്, ഡയാലിസിസ് യൂണിറ്റിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം. ഡയാലിസിസ് ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നീഷ്യൻ, BSc ഡയാലിസിസ് ടെക്നോളജി, പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. ജൂലൈ 4 രാവിലെ 9 മുതൽ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. പ്രായപരിധി 40 വയസ്സ്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 45 വയസ്സ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04742526 949.
വർക്കല താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ വിവിധ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നീഷ്യൻ, ഡ്രൈവർ, ഇലക്ട്രീഷ്യൻ എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ. അഭിമുഖത്തിനുള്ള തീയതി ഫാർമസിസ്റ്റ് 2024 ജൂലൈ 10, ലാബ് ടെക്നീഷ്യൻ ജൂലൈ 11, എക്സ്റേ ടെക്നീഷ്യൻ ജൂലൈ 12, ഡ്രൈവർ ജൂലൈ 17, ഇലക്ട്രീഷ്യൻ ജൂലൈ 17. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതയുമായി ബന്ധപ്പെട്ട അസൽ രേഖകളുമായി വാക്യാൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0470208008 8590232509 9846021483. റിപ്പോർട്ടിംഗ് സമയം രാവിലെ 10 മണിക്ക്. ചാക്ക ഗവൺമെൻറ് ITIയിൽ തൊഴിലധിഷ്ഠിത കോഴ്സ്. ചാക്ക ഗവൺമെൻറ് ITI ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ +2 മുതൽ യോഗ്യതയുള്ളവർക്ക് തൊഴിലധിഷ്ഠിത പ്ലേസ്മെൻറ്റ് സപ്പോർട്ടോടുകൂടി നടത്തുന്ന ഇൻ്റർനാഷണൽ ഡിപ്ലോമ ഇൻ എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9074303488. ആശ്വാസം സ്വയം തൊഴിൽ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ വായ്പ എടുക്കുന്നതിന് ഭിന്നശേഷിക്കാരിൽ നിന്നും സ്വയം തൊഴിൽ ധനസഹായത്തിനായി അപേക്ഷ ക്ഷണിച്ചു. ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് 25,000 രൂപ ധനസഹായം അനുവദിക്കുന്ന ആശ്വാസം പദ്ധതി പ്രകാരമാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. അപേക്ഷകൾ 40% കൂടുതൽ ഭിന്നശേഷിയുള്ളവരും 18 വയസ്സ് പൂർത്തിയായവരും ഈടുവയ്ക്കാൻ വസ്തുവകൾ ഇല്ലാത്തവരും കോർപ്പറേഷനിൽ നിന്നോ മറ്റു സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ ഇതേ ആവശ്യത്തിന് സബ്സിഡിയോടുകൂടി വായ്പയോ ധനസഹായമോ ലഭിച്ചിട്ടില്ലാത്തവരും ആയിരിക്കണം. തീവ്ര ഭിന്നശേഷിത്വം ബാധിച്ചവർ, ഭിന്നശേഷിക്കാരായ വിധവകൾ, ഗുരുതര രോഗബാധിതരായ ഭിന്നശേഷിക്കാർ, 14 വയസ്സ് തികഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ, മുതിർന്ന ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. തിരഞ്ഞെടുക്കുന്ന ഗുണഭോക്താക്കളായി ജില്ലാതലത്തിൽ ആവശ്യമായ പരിശീലനവും നൽകുന്നതാണ്. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷകൾ 2024 ജൂലൈ 30 സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിലാസത്തിൽ സമർപ്പിച്ചിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷാ ഫോറം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 047123477768 7152 7153 7156. 10ാം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസുമുണ്ടോ? KSRTCയിൽ ഡ്രൈവർ കം കണ്ടക്ടർ റിക്രൂട്ട്മെൻറ്റ്. പരീക്ഷയില്ലാതെ സർക്കാർ ജോലി. KSRTC ഉടമസ്ഥതയിലുള്ള ബസ്സുകളിൽ സർവീസുകൾ നടത്തുന്നതിനായി വിവിധ തസ്തികകളിൽ അപേക്ഷ ക്ഷണിച്ചു. ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്കാണ് നിയമനം നടക്കുക. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കായി നിരവധി ഒഴിവുകളാണ് ഉള്ളത്. തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ 30,000 രൂപയുടെ ഡിപ്പോസിറ്റ് തുകയായി കെട്ടിവയ്ക്കണം. ഈ തുക ഉദ്യോഗാർത്ഥി താൽക്കാലിക സേവനത്തിൽ ഉള്ളിടത്തോളം സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി നിലനിർത്തുന്നതാണ്. പിരിഞ്ഞു പോകുമ്പോൾ മറ്റു വിധത്തിലുള്ള നാശനഷ്ടങ്ങളൊന്നുമില്ലെങ്കിൽ ഈ തുക തിരികെ നൽകുമെന്നാണ് വ്യവസ്ഥ. പ്രായപരിധി 55 വയസ്സ്. യോഗ്യത ഉദ്യോഗാർത്ഥികൾക്ക് MV ആക്ട് 1988 പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുണ്ടായിരിക്കണം. മാത്രമല്ല MV ആക്ട് 1988 പ്രകാരമുള്ള കണ്ടക്ടർ ലൈസൻസും ഉണ്ടായിരിക്കണം. അംഗീകൃത ബോർഡിന് കീഴിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 30-ലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങൾ കുറഞ്ഞത് 5 വർഷത്തെ പരിചയമുണ്ടായിരിക്കണം. ശമ്പളം 20,000 രൂപ മുതൽ 25,000 രൂപ വരെ. ഉദ്യോഗാർത്ഥികൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു കൂടുതൽ വിവരങ്ങൾ അറിയാം. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.